ഇപ്പോൾ മനസ്സിലായില്ലേ ഇത് ഏതാ സ്ഥലമെന്ന്? കേരളത്തിലെ പ്രശസ്തമായ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നാണ് ഈ എടപ്പള്ളിയിലെ പള്ളി. നമ്മൾ എറണാകുളം ജില്ലയിലാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എടപ്പള്ളി പള്ളി എന്ന് പറഞ്ഞു കേൾക്കില്ലാണ്ട് ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുക. ചില സ്ഥലങ്ങളിലെ നമ്മളായിട്ട് പോകുകയല്ല, പക്ഷെ നമ്മളവിടെ എത്തിപ്പെടും. 14 നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഈ കൊത്തുപണികളൊക്കെ കണ്ടില്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിയെന്ന് ഇവിടെ കേട്ടോ. ഇവിടെയും പള്ളീൻ്റെ അകത്തും ഇതെങ്ങനെ എനിക്കിത് ചെയ്ത കലാകാരന്മാരെ കുറിച്ച് ആലോചിക്കുന്നത്. ഇത്രയും പൊക്കത്തിൽ കയറിയെന്ന് തലയും ചരിച്ചു പിടിച്ച് എന്തൊരു ഹാർഡ് വർക്കല്ലേ. അപ്പം ഞാനിങ്ങനെ കണ്ണെടുക്കാണ്ട് നോക്കി നിൽക്കുന്നു പള്ളിയിലെ ഓരോന്നും. എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നിയിട്ടാ. ഇരുടായതൊന്നും അറിഞ്ഞേ ഇല്ല ഞാൻ. ശരിക്കും അവിടെ എത്തിയിറങ്ങിയോ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. അതായത് എന്നെ പുണ്യാളനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയ പോലെ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഈ ബോർഡുകൾ കാണുന്നത്. അപ്പം കയറാണ്ടിരിക്കുന്ന മോശമല്ലേ. ഇതും ഒരു നിയോഗമാണല്ലോ. അങ്ങനെ നമ്മൾ അവിടെ കയറി ഒരു അവിൽ മിൽക്ക് പറഞ്ഞു. സംഭവം 49 റുപ്യ ഉള്ളെങ്കിലും എന്താ ക്വാളിറ്റി അറിയോ. അതായത് കുറേ കടല ഓരോ സ്പൂണിലും കടല കിട്ടും. നല്ല ക്രിസ്പി ആയിട്ടുള്ള അവിൽ. പാലാണെങ്കിലും നല്ല തിക്കായിട്ട് നല്ല എന്താ പറയുക ക്വാളിറ്റി ഉള്ള 49 രൂപേൻ്റെ അവിൽ മിൽക്ക്. അങ്ങനെ അത് കഴിഞ്ഞ് നടന്നു പോകുമ്പോഴാണ് ഇത് കണ്ടത് പോർട്ടബിൾ ഫാൻ. ഇത് ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. ഇത് നമ്മളെ ഫോണിൻ്റെ ചാർജർ പ്ലഗ് ഇല്ലേ, അവിടെ കുത്തിയിട്ട് നമുക്ക് ഇങ്ങനെ കാറ്റുള്ള ഫോണിൻ്റെ ചാർജറിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് ഡിങ്സിന് 2 ക്ലിപ്പും എനിക്കൊരു കമ്മലൊക്കെ വാങ്ങിച്ചു. ഇതുണ്ടാവും, ഇതെൻ്റെ പണ്ടത്തെ ഫേവറേറ്റ് സാധനം കേട്ടോ. കളർ പൊട്ട് കളർ. അങ്ങനെ അത് നോക്കി നോക്കുന്നതുകൊണ്ട് ഒരു നാറ്റം കണ്ടില്ലേ. പന്നി വേസ്റ്റ് കൊണ്ടുപോകണേ എങ്ങനെയാണോ ചേട്ടന്മാർ ആ വണ്ടിയിൽ നിൽക്കണേ. കുറച്ച് നേരം പോലും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല പാവങ്ങൾ. അത് കഴിഞ്ഞ് അടുത്ത വണ്ടിക്ക് തന്നെ ഞങ്ങൾ കയറി ഹോസ്റ്റലിലോട്ട് വിട്ടു കേട്ടോ.